അടുത്തതായിട്ട് 681 നാമം മഹായജ്വ. മഹായജ്വ മഹത്തായിട്ടുള്ള യജിക്കുന്നവർ ഉള്ളവൻ. കേമന്മാരായിട്ടുള്ള യജ്വാക്കൾ ഉള്ളവൻ. യജ്വാക്കൾ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവർ, യജിക്കുന്നവർ, യജ്ഞം ചെയ്യുന്നവർ. അതായത് ഭഗവാനെ ഉയർന്ന നിലയിലുള്ള ആളുകളാണ് ഉപാസിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് മഹായജ്വ. ഭാഷ്യകാരൻ പറയുന്നു, മറ്റു ദേവതകളെ ഉപാസിക്കുന്നവരിൽ നിന്നും ഉയർന്നതായ നിലയിലുള്ളവരാണ് ഭഗവാന്റെ ആരാധകർ എന്നതിനാൽ മഹായജ്വ എന്ന് നാമം. അപ്പോൾ മഹത്തായിട്ടുള്ള യജിക്കുന്നവർ, ആരാധിക്കുന്നവനാരോ അവൻ മഹായജ്വ. അപ്പോൾ മറ്റു ദേവതകളെ ഉപാസിക്കുന്നവരിൽ നിന്നും ഉയർന്നതായിട്ടുള്ള നിലയിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഏകം ആയിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നവർ, ഏകാന്തികർ അല്ലെങ്കിൽ ഐകാന്തികർ, പാഞ്ചരാത്ര സമ്പ്രദായ പ്രകാരം ഭഗവാനെ ഉപാസിക്കുന്നവരെ പറയുന്നതാണ് ഐകാന്തികർ. അപ്പോൾ ഏകാന്തനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നവനാണ്. അതായത് ഏകാന്തൻ എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ഭഗവാനെ മാത്രമേ അവർ ഉപാസിക്കുകയുള്ളൂ. ഏകനായിട്ടുള്ള ഭഗവാൻ. ഏകൻ എന്ന് പറഞ്ഞാൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, ഈ ലോകത്തെ എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും പ്രവേശിച്ചിട്ടുള്ളത്, ഈ ലോകത്തിൻ്റെ എല്ലാ ഗതിവിഗതികളെയും നിയന്ത്രിക്കുന്നത് ആ ഭഗവാൻ മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ഉപാസിക്കുന്നവരാണ് ഐകാന്തികർ. അപ്പോൾ വിവിധ മറ്റ് ദേവതകളെ ഉപാസിക്കുന്നവരിൽ നിന്നും ഉയർന്നവരായ, എന്താണ് ഈ മറ്റ് ദേവതകളെ ഉപാസിക്കുന്നവരിൽ നിന്നും ഇവർക്കുള്ള ഉയർച്ച? അതായത് മറ്റ് ദേവതകൾ എന്ന് പറഞ്ഞാൽ വൈവിധ്യമാണ്. ഓരോന്നിനെയും നിയന്ത്രിക്കുന്നത് ഓരോന്നാണ്. കാറ്റിനെ, ജലത്തിനെ, അഗ്നിയെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഗതികളെയും ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നത് ഓരോ ദേവതാ സങ്കല്പങ്ങളാണ്. ആ ബോധത്തോടു കൂടി ജീവിക്കുന്നവർ ആണ് മറ്റ് വിവിധ ദേവതകളെ ഉപാസിക്കുന്നവർ. അപ്പോൾ ഈ വൈവിധ്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധത്തോടു കൂടി, സത്യത്തിൽ എല്ലാത്തിൻ്റെയും ഏക നിയന്താവ് ഭഗവാനാണ് എന്നുള്ള ബോധത്തിൽ ആരാണോ ഏകനായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കുന്നത് അവരെയാണ് ഐകാന്തികർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉയർന്ന മാനുഷിക തലത്തിലുള്ളവർ മാത്രം ഉപാസിക്കുന്ന എലീറ്റായിട്ടുള്ള ഒരു ആരാധക വൃന്ദം ഉള്ള ആളാണ് ഭഗവാൻ. അപ്പോൾ ഉയർന്ന തലത്തിലുള്ള യജ്വാക്കൾ, ആരാധിക്കുന്നവർ ആരെയാണോ ഉപാസിക്കുന്നത് അതാണ് മഹായജ്വ. തേഷാം ഏകാന്തിന ശ്രേഷ്ഠാഃ തേ ചൈവ അനന്യ ദേവതാഃ. മറ്റു ദേവതകളെ ഉപാസിക്കുന്നവരിൽ നിന്നും ഐകാന്തികർ ശ്രേഷ്ഠരാകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഐകാന്തികർ ഉറപ്പിച്ചിരിക്കുന്നു, ഐകാന്തികർക്ക് ജ്ഞാനമുണ്ട്. ഈ മറ്റു ദേവതകൾ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഭാഗങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ അവർ ഭഗവാനെ മാത്രമേ ഉപാസിക്കുന്നുള്ളൂ, ഏകനായിട്ടുള്ള ഭഗവാനെ മാത്രമേ ഉപാസിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഉപാസിക്കുന്നവരോട് കൂടിയവൻ, അങ്ങനെയുള്ള ആരാധക വൃന്ദത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ മഹായജ്വ എന്ന് നാമം. അടുത്തത് മഹായജ്ഞ. അപ്പം യജ്വാക്കളെ കുറിച്ച് പറഞ്ഞു, യജിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. ഇനി യജ്ഞം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. മഹായജ്ഞ. ഭാഷ്യകാരൻ പറയുന്നു, അഭിഗമനം, ഭോഗം, മധുപർക്കം തുടങ്ങി അഷ്ടാംഗങ്ങളോട് കൂടിയ യാഗം മറ്റ് ആരാധനകളിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്നതിനാൽ മഹായജ്ഞ എന്ന് നാമം. അതായത് ഭഗവാനെ ആരാധിക്കുന്ന ആഗമങ്ങളിൽ പറയുന്ന യാഗം എന്ന് പറഞ്ഞാൽ പൂജ എന്നർത്ഥം. യാഗം, ഇതിനൊക്കെ പൂജ എന്നാണ് അർത്ഥം. അപ്പോൾ യാഗം എന്ന് പറഞ്ഞാൽ പൂജ. അഭിഗമനം, ഭോഗം, മധുവർക്കം തുടങ്ങി അഷ്ടാംഗങ്ങളോട് കൂടിയിട്ടുള്ള യാഗം, 8 അംഗങ്ങളോട് കൂടിയിട്ടുള്ള
പൂജ. ആ പൂജ എന്ന് പറയുന്നത് മറ്റ് ആരാധനകളിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് ആരാധനയേക്കാൾ ശ്രേഷ്ഠമാകുന്നു എന്നതിനാൽ മഹായജ്ഞ എന്ന് നാമം. ഏകനായിട്ടുള്ള ഭഗവാനെ ഇത്തരം ആരാധനകളോടുകൂടി ഈ പറയുന്ന പൂജകളോട് ആഗമങ്ങളിൽ സംഹിതകളിലൊക്കെ പറയുന്ന തരത്തിലുള്ള പൂജകൾ കൊണ്ട് ആരാധിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ആരാധനാ രീതി എന്ന് പറയുന്നത് മറ്റുള്ള ആരാധനാ രീതികളിൽ നിന്നും ഉയർന്നതാവാനുള്ള കാരണം നേരത്തെ പറഞ്ഞതാണ്, ഏകാന്തികനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നവരാണ്. ഈ ഏകാന്തികനായിട്ടുള്ള ഭഗവാനെ, ഏകാന്തികൻ അല്ലെങ്കിൽ ഏകാന്തികനോ അല്ലെങ്കിൽ ഐകാന്തികനായിരിക്കുന്ന ഈ ഭഗവാനെ പൂജിക്കുന്ന ആളുകൾ ഉയർന്ന തലത്തിലുള്ളവരാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഉയർന്ന തലത്തിലുള്ള ആളുകൾ ചെയ്യുന്ന പൂജാക്രമമായതുകൊണ്ട് ഇത് മഹത്തായിട്ടുള്ള യജ്ഞമാണ്. അതുകൊണ്ട് മഹായജ്ഞ എന്ന് നാമം. സർവേഷാം കില ധർമാണാം ഉത്തമോ വൈഷ്ണവോ വിധി രക്ഷത്തെ ഭഗവാൻ വിഷ്ണു ഭക്താൻ ആത്മശരീരവത്. എല്ലാ കർമ്മങ്ങളിലും വെച്ച് വൈഷ്ണവ ധർമ്മവിധി ഉത്തമമാകുന്നു. ഭഗവാൻ വിഷ്ണു ഭക്തരെ തൻ്റെ ശരീരം പോലെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഉത്തമമാകുന്നത്. കാരണം ആരെയാണോ ഉപാസിക്കുന്നത് ആ ഉപാസ്യ ദേവത തന്നെ ഉപാസിക്കുന്നവനെ തൻ്റെ ശരീരത്തെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുന്നു. നമ്മളുടെ ശരീരത്തിനെ ഏറ്റവും മൂല്യമുള്ളതായിട്ടാണ് സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ തന്നെ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭാഗം എന്നാണ് അർത്ഥം. ഭാഗിക്കപ്പെട്ടതാണ് ഭക്തം. അപ്പം തൻ്റെ ഭക്തനെ തൻ്റെ ശരീരം പോലെയാണ് സംരക്ഷിക്കുന്നത്. യാ ക്രിയാ സംപ്രയുക്താസ്യു ഏകാന്തഗതബുദ്ധിഭി താസ്സർവാ ശിരസാദേവ പ്രതിഗൃഹാതി തം സ്വയം. ഏകാന്തമായ ബുദ്ധിയോടുകൂടി എന്തു ക്രിയകളാണോ ചെയ്യപ്പെടുന്നത് അവയെല്ലാം ഭഗവാൻ സ്വയം ശിരസാ വഹിക്കുന്നു. ഏകാന്തമായ ബുദ്ധിയോടുകൂടി എന്ന് പറഞ്ഞാൽ ആ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ ഭഗവാൻ ഏകനാണ്. ഈ കാണുന്ന വൈവിധ്യത്തിൻ്റെ അകത്തും പുറത്തും പ്രവേശിച്ചിരിക്കുന്നത് ഭഗവാൻ ഏകനാണ് എന്നുള്ള ബുദ്ധിയോടുകൂടി ഏത് ക്രിയകളാണോ ചെയ്യപ്പെടുന്നത്, ഏത് ആരാധനാ ശൈലിയാണോ ചെയ്യപ്പെടുന്നത് അവയെല്ലാം ഭഗവാൻ ശിരസാ വഹിക്കുന്നു. ഭഗവാൻ അതിനെ ശിരസാ വഹിക്കുന്നു. അഹോഹി ഏകാന്തിന സർവാൻ പ്രീണാതി ഭഗവാൻ ഹരി വിധിപ്രയുക്താം പൂജാം ച ഗൃഹാതി ശിരസാ സ്വയം. ഭഗവാൻ ഹരി ഐകാന്തികരെ പ്രസന്നരാക്കുന്നു. അവരാൽ ശാസ്ത്രവിധിയാൽ പ്രയുക്തമായ പൂജയെ സ്വയം ശിരസാ വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏകാന്തികർ ഭഗവാനെ ആരാധിക്കുമ്പോൾ, ഏകനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുമ്പോൾ ഗീതയിൽ പറയുന്നത് പോലെ അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ. അതായത് എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് ആരാണോ എന്നെ ഉപാസിക്കുന്നത് തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്നോട് നിത്യം ആഭിമുഖ്യം ഉള്ള അവരുടെ യോഗക്ഷേമത്തെ ഞാൻ നോക്കുന്നു. അപ്പോൾ ഭഗവാനെ ആരാധിക്കുന്നവരെ ഭഗവാൻ സ്വയം പ്രസന്നനാക്കുന്നു. അവർ ശാസ്ത്രവിധിയാൽ പ്രയുക്തമായ പൂജയെ സ്വയം ശിരസാ വഹിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ മഹത്തായിട്ടുള്ള പൂജാവിധിയാണ് ഭഗവാന്റേത്. അത് ചെയ്യുന്ന ആളുകൾ ആരാണ്? ഉയർന്ന തലത്തിലുള്ള ആളുകളാണ്. ഉയർന്ന തലത്തിലുള്ള ആളുകൾ ചെയ്യുന്ന പൂജാവിധി എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് മഹായജ്ഞ എന്ന് നാമം. അടുത്തത് 683 നാമം മഹാഹവി. അപ്പോൾ യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു, യജ്വാവിനെ കുറിച്ച് പറഞ്ഞു. യജ്ഞത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഹവിസ്സാണ്. യജ്ഞത്തിൽ ഹോമിക്കേണ്ട കാര്യമാണ് ഹവിസ്. ഹോമിക്കപ്പെടുന്നത് കൊണ്ടാണ് അതിന് ഹവ്യം എന്നുള്ള പേര് വരുന്നത്.
അങ്ങനെ മഹത്തായിട്ടുള്ള ആണ് ഭഗവാൻ. അതുകൊണ്ട് മഹാഹവി എന്ന് നാമം. ഭാഷ്യകാരൻ പറയുന്നു, ന തത്ര പശുഘാതോ ഭൂത്. അതിൽ പശുവധം ഇല്ലാതിരിക്കട്ടെ. യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു, മഹായജ്ഞ ഭഗവാനാണെന്ന് പറഞ്ഞു. ഇനി ആ യജ്ഞത്തിനോട് ചേർന്ന് തന്നെ തുടർന്ന് പറയാണ്, ആ യജ്ഞം ഏത് രീതിയിലുള്ളതായിരിക്കണം? അതിൽ പശുവധം ഇല്ലാതിരിക്കട്ടെ. ആരണ്യക പദങ്ങളോടുകൂടിയ ഭാഗമാണ് അവിടെ ചൊല്ലപ്പെടുന്നത്. തുടങ്ങിയ ഹിംസയോട് കൂടാത്ത സാത്വികമായതും ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതുമായ ഹവിസ്സാണ് ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്നത് എന്നതിനാൽ മഹാഹവി എന്ന് നാമം. യജ്ഞങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യാം. പശുഹിംസ ചെയ്തിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. പശുബലി, മൃഗബലി എന്ന് പറയുന്നത് ചില യജ്ഞങ്ങളിൽ ഉള്ളതാണ്. പക്ഷെ അതിൽ നിന്നും വിരുദ്ധമായിട്ട് ഇവിടെ പറയുന്നു, ഇവിടെ പശുവധം ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ പശുവധം ഇല്ലാത്തതും ആരണ്യക പദങ്ങളോട് കൂടിയ ഭാഗം ചൊല്ലപ്പെടുന്നതും, അതായത് സംഹിത, ബ്രാഹ്മണം, ആരണ്യക, ഉപനിഷത്ത്, ഇങ്ങനെ 4 തരത്തിലുള്ള സാഹിത്യങ്ങളാണ് വേദത്തിലുള്ളത്. അതിൽ ആരണ്യക വിഭാഗത്തിലെ മന്ത്രങ്ങളെ ചൊല്ലിക്കൊണ്ട് ചെയ്യപ്പെടുന്നതും പശുവധം ഇല്ലാത്തതും ആയ ഹിംസയോട് കൂടാത്ത സാത്വികമായതും ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ഹവിസ്സാണ് ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്നത്. ഭഗവാനെ ആരാധിക്കുന്ന ഏത് യജ്ഞം ആയിക്കൊള്ളട്ടെ, അത് മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങളോട് കൂടിയതായിരിക്കണം. അതിൽ പശുവധമില്ലാതിരിക്കണം. ആരണ്യകത്തിലെയും ആരണ്യകത്തിലെ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കണം. അതൊക്കെ ഉയർന്ന തലത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അവയെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാത്വികമായ ഉപനിഷത്തിൽ പരാമർശിക്കപ്പെട്ട ഹവിസ്സുകളോടുകൂടി ചെയ്യുന്ന യജ്ഞം ആണ് ശ്രേഷ്ഠം. അതുകൊണ്ട് ആ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഹവിസ് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് മഹാഹവി എന്ന് നാമം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ഇത്യാദി. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. അതായത് ബ്രഹ്മത്തിന് അർപ്പിക്കപ്പെടുന്ന ഹവിസ്സും ബ്രഹ്മമാകുന്നു. എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന, നിത്യം നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന, വളർന്നുകൊണ്ടേയിരിക്കുന്ന വസ്തുവാണ് ബ്രഹ്മം. അതാണ് ഭഗവാന്റെ സ്വരൂപം. ആ ബ്രഹ്മത്തിനെ ആരാധിക്കാൻ വേണ്ടി, ആ ബ്രഹ്മത്തിന് ഉപയോഗിക്കുന്ന യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഹവിസ്, അത് ബ്രഹ്മമാകുന്നു. ബ്രഹ്മത്തിന് അർപ്പിക്കപ്പെടുന്ന ഹവിസ് ബ്രഹ്മമാകുന്നു. ജ്ഞാനയജ്ഞേന തുടങ്ങിയിട്ടുള്ള ശ്ലോകം, അത് ഭഗവത്ഗീതയിലാണ്. അത് ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. 9-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകമാണ്. ജ്ഞാനയജ്ഞത്താൽ എന്നെ ഭജിക്കുന്നവർ ഒന്നായിട്ടും വേറെയായിട്ടും ഇക്കാണുന്ന വിശ്വമായിട്ടും എന്നെ ആരാധിക്കുന്നു. അപ്പം യജ്ഞം എന്ന് പറയുന്നത് കേവലം വസ്തുക്കളെ കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല, അത് മനസ്സിനെ കൊണ്ടും ബുദ്ധിയെ കൊണ്ടും കൂടി ചെയ്യുന്നതാണ്. ആ യജ്ഞത്തെയാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആ ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള ഹവിസ്സുകളും അല്ലെങ്കിൽ ആരണ്യകങ്ങളിൽ പറയുന്ന മന്ത്രങ്ങളെ കൊണ്ട് ഒക്കെ ഉപയോഗിക്കുന്ന യജ്ഞം മാത്രമല്ല യജ്ഞം എന്ന് പറയുന്നത്. ജ്ഞാനയജ്ഞവും യജ്ഞം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജ്ഞാനയജ്ഞത്താൽ എന്നെ ഭജിക്കുന്നവർ, അറിവിലൂടെ ചിന്തയിലൂടെ എന്നെ നിരന്തരം ഭജിക്കുന്നവർ, ആരാധിക്കുന്നവർ, ഒന്നായിട്ടും ഏകനായിട്ടും, അതായത് ഭഗവാൻ ഏകൻ ആണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നു. ഭഗവാൻ ഏകനല്ല, ഭഗവാൻ അനേകനാണെന്ന് ചിലർ മനസ്സിലാക്കുന്നു. അതായത് തന്നിൽ നിന്നും വ്യത്യസ്തം ആയിട്ടുള്ളവനാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നു. ഇക്കാണുന്ന വിശ്വമായിട്ട്, ഈ കാണുന്ന
മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായിട്ടും എന്നെ കാണുന്നു. തുടർന്ന് വേദവചനം പറയുന്നു, യോഹമസ്മി സ സൻയജേ യസ്യാസ്മി ന തമന്തരേമി. യജുർവേദത്തിലേതാണിത്. ഞാൻ എങ്ങനെയാണോ ആ സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് യജിക്കുന്നു, ഞാൻ ആരുടേതാണോ ആ പരമാത്മാവിൽ നിന്നും വിരുദ്ധനാകുന്നില്ല. നേരത്തെ പറഞ്ഞു, ജ്ഞാനയജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ജ്ഞാനയജ്ഞത്തിൽ ഭഗവാനെ ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും ആരാധിക്കുന്നവർ, അതായത് ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നവർ, അങ്ങനെ ചിന്തയിലൂടെ ഭഗവാനെ ആരാധിക്കുന്നവർ, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ആ ഒന്നായിട്ട് കാണുന്നു, ചിലർ തന്നിൽ നിന്നും വ്യത്യസ്തരായിട്ട് കാണുന്നു, ഈ കാണുന്ന വിശ്വമായിട്ടും കാണുന്നു എന്ന് പറഞ്ഞു. അതിനോട് കൂടി ചേർന്ന് പറയുകയാണ്, ഞാൻ എങ്ങനെയാണോ ആ സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് യജിക്കുന്നു. അപ്പം ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും, ഈ ജീവാത്മാവ് ഏതു രീതിയിലാണോ ഇപ്പോൾ ഉള്ളത് ആ രീതിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു. അപ്പം ഞാൻ ഏത് തലത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈശ്വരനെ ആരാധിക്കുന്നത്. ഞാൻ ആരുടേതാണോ ആ പരമാത്മാവിൽ നിന്നും വിരുദ്ധനാകുന്നില്ല. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ തലം എന്താണോ, നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, ഏത് തലത്തിലാണോ നിൽക്കുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആരാധിക്കേണ്ടത്. ഞാൻ ആരുടേതാണോ, ഞാൻ പരമാത്മാവിൻ്റേതാണ്. ഞാൻ സത്യത്തിൽ എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തികൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ പരമാത്മാവാണ്. ആ അർത്ഥത്തിൽ ഞാനെന്ന് പറയുന്നത് പരമാത്മാവിൻ്റേതാണ്. അങ്ങനെ ആ പരമാത്മാവിൻ്റേതായിട്ടുള്ള എൻ്റെ സ്വഭാവത്തിൽ നിന്നും വിരുദ്ധനാകുന്നില്ല. അപ്പം നമ്മൾ ഏത് തലത്തിലാണോ നിൽക്കുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ട് വേണം ഭഗവാനെ ആരാധിക്കാൻ. നമ്മളൊരു ഗ്രന്ഥം വായിക്കുന്നു, ഒരു പുസ്തകം വായിക്കുന്നു, നമുക്ക് ആ ഫിലോസഫിയോട് കൂടുതൽ പ്രതിപത്തി തോന്നുന്നു. നമ്മൾ സത്യത്തിൽ ഈ കാണുന്ന ഈ ലോകത്തിൻ്റെ വൈവിധ്യത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഈ ലോകം വൈവിധ്യത്തോട് കൂടാത്തതാണ്, എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഒരു ഫിലോസഫി എത്രയൊക്കെ മനോഹരമാണെങ്കിലും ആ ഫിലോസഫിയിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ഈശ്വരനെ ആരാധിക്കേണ്ടത്. ആ ചിന്തയിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ഈശ്വരനെ ആരാധിക്കേണ്ടത്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മൾ ഏത് തലത്തിലാണോ ഈ ലോകത്തെ കാണുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. അതാണ് ഞാൻ എങ്ങനെയോ ആ സ്വരൂപത്തിലിരുന്നു കൊണ്ട് യജിക്കുന്നു, ആ സ്വരൂപത്തിലിരുന്നു കൊണ്ട് ഈശ്വരാരാധന ചെയ്യുന്നു. ഞാൻ ആരുടേതാണോ ആ പരമാത്മാവിൽ നിന്നും വിരുദ്ധനാകുന്നില്ല. പരമാത്മാവ് എന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള സ്വഭാവത്തിൽ നിന്നും ഞാൻ വിരുദ്ധനാകുന്നില്ല. എല്ലാവരും അവനവൻ്റെ രീതിയിൽ ഈശ്വരനെ മനസ്സിലാക്കുന്നുണ്ട്. ചിലർ പറയുന്നു അത് ഒന്നാണെന്ന് ജ്ഞാനയജ്ഞത്താൽ, ചിലർ പറയുന്നു എന്നെ അതൊന്നാണെന്ന് പറയുന്നു, ചിലർ വ്യത്യസ്തമാണെന്ന് പറയുന്നു, ചിലർ ഈ കാണുന്ന ലോകം മുഴുവൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നു. അതൊക്കെ അവനവൻ്റെ തലത്തിനനുസരിച്ചാണ്. ഏത് തലത്തിലാണോ നമ്മൾ നിൽക്കുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ട് വേണം ആരാധിക്കാൻ. അതിന് വിരുദ്ധൻ ആകുന്നില്ല. ഇതമഹം മാം അമൃതയോനൗ സൂര്യേ ജ്യോതിഷി ജുഹോമി. ഇതൊക്കെ ഉപനിഷത്ത് വചനങ്ങളാണ്. ഞാൻ എന്നെ തന്നെ അമൃതയോനിയായ സൂര്യ തേജസ്സിൽ ഹോമിക്കുന്നു. അപ്പം ഞാൻ തന്നെയാണ് ഹവ്യം, ഞാൻ തന്നെയാണ് ഹവിസ്. ഈ ഞാൻ എന്ന് പറയുന്ന ചെറിയ ബോധത്തിനെ അമൃതയോനിയായ സൂര്യ തേജസ്സിൽ ഹോമിക്കുന്നു. അമൃതയോനി, അമൃതം എന്തിൽ നിന്നാണോ ഉണ്ടാകുന്നത്, അതായത് ഒരു കാരണവശാലും മരിക്കാത്തത് എന്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് ആ പരമമായ തേജസ്സിൽ പരമമായ തേജസ്സാണ് പരമാത്മാവ്, അതാണ് ഭഗവാൻ. അതിൽ ഞാൻ എന്നെ, ജീവാത്മാവിനെ ഹോമിക്കുന്നു, എൻ്റെ ഈ ചെറിയ ബോധത്തിനെ ഹോമിക്കുന്നു. അഹമേവാഹം മാം ജുഹോമി. ഞാൻ എന്നെ തന്നെ ഹോമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണുന്ന ഈ ലോകത്തിൻ്റെ തന്നെ ഭാഗമാണ് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടി എന്നെ മനസ്സിലാക്കി ജീവിക്കുന്നു. അതാണ് ഹോമിക്കുന്നു എന്നുള്ള അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ ഹോമിക്കുന്നു എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുന്നു എന്നർത്ഥം. ഈ പരമമായിട്ടുള്ള ഈശ്വരനിൽ
ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ അവിടെ എല്ലായിടത്തും ഇതിലെ എല്ലാ ഉദാഹരണങ്ങളിലും ഹവിസ് എന്ന് പറയുന്നത് ഞാനാണ്. ഞാനെന്ന് പറയുന്ന ബോധമാണ്. അത് പരമമായിട്ടുള്ള അഗ്നിയിൽ ഹോമിക്കുന്നു. പരമമായിട്ടുള്ള അഗ്നിയാണ് ഭഗവാൻ. ഇതൊക്കെ കാവ്യാത്മകമായിട്ടുള്ള ഈ സമർപ്പണത്തിൻ്റെ കാവ്യാത്മകമായിട്ടുള്ള ഭാഷയാണ്. ഓരോ ആത്മാക്കളെയും ഹവിസായി യജ്ഞാഗ്നിയിൽ ഹോമിക്കുകയാണിത് എന്ന് പറയാം. അതായത് ഇപ്പം മേൽ പറഞ്ഞ ആശയങ്ങൾ പറയാണ്. ഓരോ ആത്മാക്കളെയും എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും, ആത്മാ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഭാവം, ഈ ഞാനെന്നും പറയുന്ന ഭാവത്തിനെ ഹവിസാക്കിയിട്ട് പരമമായ യജ്ഞത്തിൽ ഹോമിക്കുകയാണ്. ഞാൻ പരമമായ ഈശ്വരൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കലാണത്. പരമൈകാന്തികനായ ഉപരിചര വസു ഇപ്രകാരം ഞാൻ, എൻ്റെ രാജ്യം, ധനം, പത്നി, വാഹനങ്ങൾ എന്നിവ എല്ലാം ഭഗവാനായിക്കൊണ്ട് ഉള്ളത് തന്നെയാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കുന്നു. ഇത് മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ്. ഉപരിചര വസു. ഉപരിചര വസു എന്ന് പറയുന്നത് പരമൈകാന്തികനായിട്ടുള്ളൊരു സാധകനായിരുന്നു. ഉയർന്ന നിലയിലുള്ളൊരു സാധകനായിരുന്നു. അദ്ദേഹം ഒരു രാജാവായിരുന്നു. ആ രാജാവ് ഞാൻ, എൻ്റെ രാജ്യം, ധനം, പത്നി, വാഹനങ്ങൾ എന്നിവ എല്ലാം ഭഗവാനായിക്കൊണ്ട് ഉള്ളത് തന്നെയാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കുന്നു. അദ്ദേഹം അതിനെ മുഴുവൻ ഉപേക്ഷിക്കുന്നില്ല. അദ്ദേഹം പക്ഷെ നിരന്തര ബോധം അദ്ദേഹത്തിനുണ്ട്. ഈ കാണുന്ന ഞാൻ അനുഭവിക്കുന്ന ഈ ലോകം, നമ്മൾ ഓരോരുത്തരും ഈ ബോധത്തോട് കൂടിയവരായാൽ ഉയർന്ന നിലയിൽ ഉള്ളവരായി മാറും. നമുക്കെല്ലാവർക്കും ഈ ബോധമുണ്ട്. ഞാൻ എന്ന ബോധമുണ്ട്. ഞാൻ എന്ന് പറയുന്ന ബോധം, എൻ്റെ രാജ്യം, നമ്മളൊരു രാജ്യമുണ്ട്, നമ്മളൊരു പ്രദേശത്ത് ജനിച്ചവരാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. അപ്പോൾ ഞാൻ, എൻ്റെ രാജ്യം, ധനം, നമുക്കുള്ള ധനം, പത്നി, പതി അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, നമ്മുടെ കുടുംബം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, വാഹനങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് പ്രോപ്പർട്ടീസ്, എന്ത്, വീടാവാം, പറമ്പാവാം, വാഹനങ്ങളാവാം, എന്തും എല്ലാം ഭഗവാനായിക്കൊണ്ട് ഉള്ളത് തന്നെയാണ്. ഇത് മുഴുവൻ സത്യത്തിൽ ഭഗവാന്റേതാണ്. ഞാൻ എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. ആ ബോധത്തോട് ഭഗവാനായിക്കൊണ്ടുള്ളത് തന്നെയാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കലാണ്, ആ ബോധമാണ് പ്രധാനം. ഭഗവത്ഗീതയിൽ പറയുന്നു, ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ. അല്ലയോ പരന്തപ, ദ്രവ്യം കൊണ്ടുള്ള യജ്ഞത്തേക്കാൾ ജ്ഞാനയജ്ഞം ശ്രേഷ്ഠമാകുന്നു. അതായത് നേരത്തെ പറഞ്ഞ ആ ബോധം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ ഈ പരമമായിട്ടുള്ള ഏകാന്തനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കുകയും ഞാനെന്ന് പറയുന്നതും എൻ്റേത് എന്ന് പറയുന്നതെല്ലാം ആ ഭഗവാന്റെ തന്നെ ഭാഗമാണ് എന്നും മനസ്സിലാക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് ദ്രവ്യം കൊണ്ടുള്ള യജ്ഞത്തെക്കാൾ, നമ്മൾ സാധാരണ ചെയ്യുന്ന യജ്ഞങ്ങൾ, പൂജകൾ, ആരാധനാ സമ്പ്രദായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിനേക്കാൾ ഉയർന്നതാകുന്നു. സത്യത്തിൽ പൂജ, യാഗം, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഈ ബോധത്തിനെ ഉറപ്പിക്കാനുള്ള പരിശീലനങ്ങളാണ്. ഈ ബോധം ആണ് പ്രധാനം. ഇപ്രകാരം മനസ്സ്, ശരീരം തുടങ്ങിയവയെ കൊണ്ടുള്ള ആരാധനയെക്കുറിച്ച് പരാമർശിച്ചു. അപ്പോൾ ഈ യജ്ഞം, ഹവിസ്, ഈ പറയുന്ന നാമങ്ങൾ കൊണ്ട് ഭഗവാന്റെ ആരാധനയെക്കുറിച്ച് പരാമർശിച്ചു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉള്ള ആരാധനയെ പരാമർശിച്ചു. ഇനി തുടർന്ന് വാക്ക് കൊണ്ടുള്ള ആരാധനയെ പറയുന്നു. അപ്പം ഇനിയുള്ള ശ്ലോകങ്ങൾ, ഇനിയുള്ള നാമങ്ങൾ കൊണ്ട്, കുറച്ച് നാമങ്ങൾ കൊണ്ട് ഈ വാക്ക് കൊണ്ടുള്ള ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്.